ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമാഫോഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ സെമാഫോർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മ്യൂടെക്സ് ലോക്ക്. മ്യൂടെക്സ് ലോക്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ യൂസ്ഡ് ടു സോൾവ് ദ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. ഇറ്റ് പ്രിവെൻറ്റ്സ് റേസ് കണ്ടീഷൻ. അപ്പം അവിടെ നമ്മൾ മ്യൂടെക്സ് ലോക്കിലും അവിടെ രണ്ട് ഡെഫിനിഷൻസ് പഠിച്ചു: അക്വയർ ലോക്ക് ആൻഡ് റിലീസ് ലോക്ക്. അക്വയർ ലോക്ക് ഇൻ എൻട്രി സെഷൻ ആൻഡ് റിലീസ് ലോക്ക് ഇൻ എക്സിറ്റ് സെഷൻ. വൺസ് എ പ്രോസസ് വാണ്ട്സ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ ഇറ്റ് മസ്റ്റ് റിക്വസ്റ്റ് പെർമിഷൻ ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. ആ എൻട്രി കോഡാണ് അക്വയർ ലോക്ക് എന്ന് പറയുന്നത്. വൺസ് എ പ്രോസസ് എക്സിക്യൂട്ട്സ് എ ക്രിട്ടിക്കൽ സെഷൻ ഇറ്റ് മസ്റ്റ് ലീവ് ദ ക്രിട്ടിക്കൽ സെഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് മൂവ് ടു ദ എക്സിറ്റ് സെഷൻ വിച്ച് ഇസ് ദ റിലീസ് ലോക്ക് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഡിസഡ്വാൻറ്റേജ് പഠിച്ചു. എന്താണ്? ബിസി വെയിറ്റിംഗ് അല്ലേ, ബിസി വെയിറ്റിംഗ്. അപ്പം നമ്മൾ ഇവിടെ അക്വയർ ബിസി വെയിറ്റിംഗ്, അവിടെ നമ്മളൊരു വേരിയബിൾ, കോമൺ വേരിയബിൾ അവൈലബിൾ എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇനിഷ്യലി അതിൻ്റെ വാല്യൂ ഇസ് 1, മീൻസ് ദ ലോക്ക് ഇസ് ഫ്രീ, സോ ദ പ്രോസസ് ക്യാൻ അക്വയർ ദ ലോക്ക്. സോ വൈൽ നോട്ട് 1 മീൻസ് ഇറ്റ് ഇസ് 0. ദ കണ്ടീഷൻ ഇസ് ഫാൾസ്. ദ കണ്ടീഷൻ ഇസ് ഫാൾസ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ വൈൽ ലൂപ്പ് കിടന്ന് കണ്ടിന്യൂസ്ലി ലൂപ്പ് ചെയ്യോ? ഇല്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അവൈലബിളിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് ദാറ്റ് പ്രോസസ് വിൽ എക്സിക്യൂട്ട് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെഷൻ. വൈ ഇറ്റ് സെറ്റ് ടു അവൈലബിൾ ഇസ് ഈക്വൽ ടു 0? കാരണം ആ പ്രോസസ് പറയുകയാണ് ദ ലോക്ക് ഇസ് ഇറ്റ് വിത്ത് മീ ആൻഡ് ഐ എം ഗോയിങ് ടു എക്സിക്യൂട്ട് ദ ക്രിട്ടിക്കൽ സെഷൻ. നോ അതർ പ്രോസസ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറയും. സോ അതുകൊണ്ടാണ് അവൈലബിളിൻ്റെ വാല്യൂ ആൾ 0 ആക്കി വെച്ച് ക്രിട്ടിക്കൽ സെഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. So when another process tries to enter this critical session, currently the value of available is 0, right? So not equal to 0 means the value is 1. Not equal to 0 means the value is 1. And artham endana? The process will stuck in this loop. കണ്ടിന്യൂസ്ലി ലൂപ്പ് ചെയ്യും. അങ്ങനെ അവിടെ എന്ത് പറ്റും? ബിസി വെയിറ്റിംഗ് എന്നുള്ളൊരു ഒരു കണ്ടീഷൻ ഒക്കെ ചെയ്യും അല്ലേ. സോ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദിസ് ബിസി വെയിറ്റിംഗ് കണ്ടീഷൻ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെക്സ്റ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷനാണ് ഒരു സോഫ്റ്റ്വെയർ സിങ്ക്രണൈസേഷൻ ടൂളാണ് ടു സോൾവ് ദിസ് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം ഓർ ടു ഓവർകം ദിസ് ബിസി വെയിറ്റിംഗ് is semaphore. നോക്കാം നമുക്ക് എന്താണ് സെമാഫോർ എന്നുള്ളത്. Semaphore, it is also a software synchronization tool to solve the critical session. It is proposed by Dijkstra as a technique to manage concurrent process by using a simple integer value known as semaphore. അപ്പോൾ സെമാഫോർ ഒരു ഇൻറ്റിജർ വാല്യൂ, സിമ്പിൾ ഇൻറ്റിജർ വാല്യൂ ആയ സെമാഫോർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ സിങ്ക്രണൈസേഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ദാൻ ദ മ്യൂച്വൽ ലോക്സ്. ഇറ്റ് അവോയ്ഡ്സ് ദ ടെക്നിക് അവോയ്ഡ്സ് എ ടെക്നിക് ഓഫ് ബിസി വെയിറ്റിംഗ്. ഓക്കെ. അപ്പോൾ ഇവിടെ സെമാഫോർ എസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. എപ്പാർട്ട് ഫ്രം ഇനിഷ്യലൈസേഷൻ ഇറ്റ് ഈസ് ആക്സസ്. ഇപ്പോൾ രണ്ട് ഇവിടെ അറ്റോമിക് ഓപ്പറേഷൻസ് ആണ്. ഓർത്ത് വയ്ക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഓരോ അൽഗോരിതത്തിൽ അല്ലെ ഓരോ സിങ്ക്രണൈസേഷൻ ടൂളിൽ അതിൻ്റേതായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്, ദെൻ അതിൻ്റേതായിട്ടുള്ള വേരിയബിൾസ് ഉണ്ട്. ഓർത്ത് അങ്ങനെ വയ്ക്കുക. മ്യൂടെക്സ് ലോക്കിലാകുമ്പം അക്വയറും റിലീസും, എൻട്രി സെഷനിൽ അക്വയറും എക്സിറ്റ് സെഷനിൽ റിലീസും വേരിയബിൾ യൂസ് ചെയ്യുന്ന അവൈലബിൾ ആണ്. ഇനി അതേപോലെ സെമാഫോറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ എസ് ആണ്. ഇവിടെ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്, അതിൻ്റെ ഡെഫിനേഷൻസ് പഠിക്കുക. ഫസ്റ്റ് സിഗ്നൽ ആൻഡ് വെയിറ്റ്. സിഗ്നൽ ആൻഡ് വെയിറ്റ്. സോ വാട്ട് ഈസ് ദിസ് വെയിറ്റ് ഓപ്പറേഷൻ? വെയിറ്റ് ഓപ്പറേഷൻ ഇസ് ഓൾസോ നോൺ ആസ് പി. അപ്പം ചില ടെക്സ്റ്റ് ബുക്കിൽ പി എന്നായിരിക്കും കാണുന്നത്. ഇറ്റ് ഇസ് സെയിം ആസ് വെയിറ്റ്. Actually, Dijkstra he is a Dutch computer scientist. So, actually weight operation was originally called P. This word is coined from the Dutch word proberon. Proberon means to test. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ പി എന്നുള്ള പി എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തെന്നുള്ള പറയുകയാണ്. ദെൻ സിഗ്നൽ ഓപ്പറേഷൻ മീൻസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വി. That's also a Dutch word coined from the Dutch word verhogen, which means to increment. Okay. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത്ര മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വെയിറ്റ് എന്ന് പറഞ്ഞാൽ പിയും സിഗ്നൽ എന്ന് പറഞ്ഞാൽ വിയും. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ഡെഫിനിഷനാണ് നോക്കാൻ പോകുന്നത്, വെയിറ്റും സിഗ്നലും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ,
വെയിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഡിക്രിമെൻറ്റ്. സിഗ്നൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? ഇൻക്രിമെൻറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ, സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ. ഈ ഒരു ഓപ്പറേഷൻ വേണം നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ സിഗ്നൽ ഓപ്പറേഷന് ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇത് നിങ്ങളുടെ മൈൻഡിൽ വേണം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്രിമെൻറ്റ്, സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ 3 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. P1, P2 ആൻഡ് P3. P1, P2 ആൻഡ് P3. ഇപ്പോൾ സപ്പോസ് ദ വാല്യൂ ഓഫ് S2. സപ്പോസ് ദ വാല്യൂ ഓഫ് S is 2. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ സെഷനാണ് എൻട്രി സെഷൻ. ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യുന്ന മുന്നേ ഇറ്റ് മസ്റ്റ് റിക്വസ്റ്റ് പെർമിഷൻ ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. ആ എൻട്രി സെഷനാണ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇറ്റ് വിൽ ചെക്ക് ദ വാല്യൂ ഓഫ് എസിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുമ്പം S is 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇറ്റ്സ് കറക്റ്റ്? നോ, ഇറ്റ്സ് ഫോൾസ് ആയതുകൊണ്ട് എന്ത് പറ്റും? ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യും? എന്നിട്ട് എസിൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും. ഡിക്രിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എസിൻ്റെ വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി 1 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? അപ്പോൾ പ്രോസസ്സ് P1 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു പ്രോസസ്സ് വരുവാണ്. വേറൊരു പ്രോസസ്സ് P2. ഇറ്റ് വിൽ ചെക്ക് ഇറ്റ്സ് വെയിറ്റ് കണ്ടീഷൻ. അപ്പം എസിൻ്റെ വാല്യൂ എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. യെസ്, ട്രൂ ആണോ? അല്ല. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ ബൈ ഡിക്രിമെൻറ്റ് ദ വാല്യൂ ആസ് 0. If another process P3 enters a critical section, request permission to enter the critical section, then it checks the value of S. 0 less than or equal 0. It's correct? Yes, correct. So it will stuck in this loop. Busy waiting. So എപ്പോൾ ആ ഒരു പ്രോസസ് P3ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? Once the process already executes in the critical session must leave the critical session, right? Critical session leave ചെയ്താൽ മാത്രമേ ഈ പ്രോസസ്സിന് കയറാൻ പറ്റത്തുള്ളൂ. കാരണം ഈ പ്രോസസ്സ് ലീവ് ചെയ്യുക മീൻസ് ഇറ്റ് വിൽ ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ബൈ 1 അല്ലേ? അപ്പോൾ 0 എന്നുള്ള വാല്യൂ മാറിയിട്ട് അവിടെ സെമാഫോറിൽ എന്ത് വരും? 1 ആണെങ്കിൽ എന്ത് ചെയ്യാം? അനദർ പ്രോസസ് ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. സോ അപ്പം ഇത് നമ്മൾ ആക്ച്വലി നമ്മളെ മ്യൂടെക്സ് ലോക്ക് ആയിട്ട് സിമിലർ ആണ് അല്ലേ? ഇവിടെയും ബിസി വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം സഫർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു സെമാഫോറിൽ നിന്ന് ഈ ബിസി വെയിറ്റിംഗ് എന്നുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു കോഡിനെ ഒന്ന് വെയിറ്റ് ആൻഡ് സിഗ്നൽ കോഡിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ആ ഒരു മോഡിഫിക്കേഷൻ വഴി നമുക്ക് ഈ ബിസി വെയിറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, കാരണം സ്റ്റിൽ ദിസ് solution still suffers from busy waiting, right? അപ്പോൾ നമുക്കൊന്ന് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി we can modify the definition of wait and signal operation. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടി ജനറൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ജനറൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. സെമാഫോറിനെ എനിക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സെമാഫോറിനെ എനിക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് വെയിറ്റ് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും സെമാഫോർ വാല്യൂ പോസിറ്റീവ് അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് വെയിറ്റ് ചെയ്യും. rather than engaged in busy waiting the process can block. ആ പ്രോസസ്സിന് അതിനെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സെമാഫോറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സെമാഫോറിൽ ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഒരു വെയിറ്റിംഗ് ക്യൂ ആൻഡ് റെഡി ക്യൂ. ഓക്കെ, വെയിറ്റിംഗ് ക്യൂ ആൻഡ് റെഡി ക്യൂ. ഓരോ സെമാഫോറും ഇസ് അസോസിയേറ്റഡ് വിത്ത് എ റെഡി ക്യൂ ആൻഡ് എ വെയിറ്റിംഗ് ക്യൂ. ഇപ്പം ആ ഒരു വെയിറ്റിംഗ് ക്യൂവിലുള്ള എൻട്രി എന്ന് പറയുന്നത്, ഒരു വെയിറ്റിംഗ് ക്യൂവിലുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഡേറ്റ ഐറ്റംസ്. ഫസ്റ്റ് വൺ ഇസ് വാല്യൂ. ആ ക്യൂവിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടാകും. ദെൻ ദ പോയിൻ്റഡ് ടു നെക്സ്റ്റ് റെക്കോർഡ് ഇൻ ദ ലിസ്റ്റ്. എന്നുവെച്ചാൽ അടുത്ത ഏത് പ്രോസസ്സാണെന്നുള്ള ആ ഒരു മീൻസ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു മോഡലാണ് അല്ലേ? ടൈപ്പ് ഡെഫ് സ്ട്രക്ട് ഫസ്റ്റ് വാല്യൂ ദെൻ ദ പോയിൻ്റഡ് ടു ദ നെക്സ്റ്റ് റെക്കോർഡ്. ഓക്കെ, അടുത്ത ഏത് പ്രോസസ്സാണ് ലിസ്റ്റിലുള്ളതെന്നുള്ളത്. അപ്പോൾ ഇതാണ് ജനറൽ സെമാഫോറിൻ്റെ ഡെഫിനിഷൻ. ദാറ്റ് ഇംപ്ലിമെൻറ്റ്സ് വിത്ത് നോ ബിസി വെയിറ്റിംഗ്. മീൻസ് ഇംപ്ലിമെൻറ്റേഷൻ സെമാഫോർ വിത്ത് നോ ബിസി വെയിറ്റിംഗ്. ബിസി വെയിറ്റിംഗ് ഇല്ലാത്ത സെമാഫോർ ഇംപ്ലിമെൻറ്റേഷനാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഡെഫിനേഷൻ വെയിറ്റും സിഗ്നൽ ഡെഫിനേഷനും കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യുമെന്ന് പറയുന്നു.
സോ അവിടെ 2 ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെയിറ്റ് ഓപ്പറേഷൻ്റെ അകത്ത് തന്നെ, വെയിറ്റ് ഓപ്പറേഷനും സിഗ്നൽ ഓപ്പറേഷൻ്റെ അകത്ത് തന്നെ വേറെ 2 ഓപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ബിസി വെയിറ്റിങ്ങിൽ കയറാതെ ആ പ്രോസസ്സിനെ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്ത് ഒന്ന് വെയിറ്റിംഗ് ക്യൂവിലോട്ട് കൊണ്ടിടും. ഇനി ബ്ലോക്ക് ചെയ്ത പ്രോസസ്സിനെ റെസ്യൂം ചെയ്യും. സിഗ്നൽ ഓപ്പറേഷൻ മീൻസ് വേക്കപ്പ് ചെയ്യും. വേക്കപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. സോ മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. വെയിറ്റ് ഓപ്പറേഷൻ ആൻഡ് സിഗ്നൽ ഓപ്പറേഷൻ്റെ അകത്ത് വേറെ 2 ഓപ്പറേഷനും കൂടെ കയറി വരും. ദാറ്റ് ഈസ് ബ്ലോക്ക് ആൻഡ് വേക്കപ്പ്. That is, block operation means it places the process invoking the operation on the appropriate waiting queue. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡെഫിനേഷൻ നോക്കുന്നൊക്കെ മനസ്സിലാവും. വേക്കപ്പ് ഓപ്പറേഷൻ എന്ത് ചെയ്യും? വെയിറ്റിംഗ് ക്യൂവിലുള്ള പ്രോസസ്സിനെ റിമൂവ് ചെയ്തിട്ട് റെഡി ക്യൂവിലോട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ എന്ത് നോക്കാം. കാരണം ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ, ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ലാബ് ചെയ്യാനുണ്ട്. സോ ഈ കോഡ് നല്ലപോലെ ഒന്ന് പഠിച്ചു വയ്ക്കുക. സോ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു, വെയിറ്റ് ഓപ്പറേഷനും സിഗ്നൽ ഓപ്പറേഷനും നമുക്ക് ഡെഫിനേഷൻ മോഡിഫൈ ചെയ്യാം. ഡെഫിനേഷൻ മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ 2 എക്സ്ട്രാ 2 ഓപ്പറേഷൻസും കൂടെ വരുന്നുണ്ട്. വെയിറ്റ് ഓപ്പറേഷൻ്റെ അകത്ത് ബ്ലോക്ക് ഓപ്പറേഷനും അതേപോലെ സിഗ്നൽ ഓപ്പറേഷൻ്റെ അകത്ത് വേക്കപ്പ് ഓപ്പറേഷനും. സോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഒരു പ്രോസസ്സ് ഒരു വെയിറ്റ് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും സെമാഫോറിൻ്റെ വാല്യൂ പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് വെയിറ്റ്, അല്ലേ? പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് വെയിറ്റ്. അപ്പോൾ ആ ഒരു ഇംപ്ലിമെൻറ്റേഷനല്ലേ ഇവിടെ കൊടുത്തിരിക്കും. ഫസ്റ്റ് ഒരു പ്രോസസ്സ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും if the value of the semaphore is less than 0 means പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ വെയിറ്റ്. പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ വെയിറ്റ്. ഓക്കെ, അപ്പം ബിസി വെയിറ്റിങ്ങിൽ എൻഗേജ് ചെയ്യുന്ന പകരം ഇറ്റ് ക്യാൻ ബ്ലോക്ക് ഇറ്റ് സെൽഫ്. ഓക്കെ, ബ്ലോക്ക് ഓപ്പറേഷൻ എന്താണ് ചെയ്യുന്നത്? ഈ പ്രോസസ്സിനെ വെയിറ്റിംഗ് ക്യൂവിലോട്ട് ഇടും. ബ്ലോക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത് എന്താണ്? പ്രോസസ്സിനെ എവിടെ ഇടും? വെയിറ്റിംഗ് ക്യൂവിലോട്ട് ഇടും. ഓക്കെ, ഇനി വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് അസൈൻ ചെയ്യും. ഇനി ഏത് പ്രോസസ്സാണോ ബ്ലോക്ക്ഡ് ആയത് അതിനെ റീസ്റ്റാർട്ട് ചെയ്യും when some other process executes a signal operation. ഏത് പ്രോസസ്സ് സിഗ്നൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുക മീൻസ് ആ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെഷനിൽ ലീവ് ചെയ്യുന്ന സോ ആ സിഗ്നൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രോസസ്സിനെ എന്ത് ചെയ്യും? വേക്കപ്പ് ചെയ്യും. ഈ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പ്രോസസ്സിനെ എന്ത് ചെയ്യും? റീസ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ വേക്കപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആ ഒരു പ്രോസസ്സ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും റെഡി ക്യൂവിലോട്ട് പോകും. ദാറ്റ് ഈസ് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, ദെൻ പ്രോസസ് പ്ലേസ്ഡ് ഇൻ ദ റെഡി ക്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു പ്രോസസ്സ് അവിടെ ബ്ലോക്ക്ഡ് ആവണമെങ്കിൽ ബിസി വെയിറ്റിംഗിൽ എൻഗേജ് ചെയ്യുന്ന പകരം ഇറ്റ് ക്യാൻ ബ്ലോക്ക് ഇറ്റ് സെൽഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിനെ വെയിറ്റിംഗ് ക്യൂവിലോട്ട് കൊടുക്കും. വെയിറ്റിംഗ് ക്യൂവിലോട്ടിരിക്കുന്ന പ്രോസസ്സിനെ ആരാണ് റെഡി ക്യൂവിലോട്ടാക്കുന്നത്? സിഗ്നൽ ഓപ്പറേഷൻസ്. ഓക്കെ, എന്നാൽ വേക്കപ്പ് ചെയ്ത് റെഡി ക്യൂവിലോട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയുന്ന ബ്ലോക്ക് ഓപ്പറേഷൻ ഇറ്റ് സസ്പെൻസ് എ പ്രോസസ് ദാറ്റ് ഇൻവോക്സ് ഇറ്റ് ആൻഡ് വേക്കപ്പ് ഓപ്പറേഷൻ റെസ്യൂംസ് എക്സിക്യൂഷൻ ഓഫ് ദ ബ്ലോക്ക്ഡ് പ്രോസസ്. സോ ഈ ഒരു ടെക്നിക്ക് വഴി, ദാറ്റ് ഈസ് ഇപ്പോൾ എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ആഡ് ടു ദ വെയിറ്റ് ക്യൂ. അപ്പോൾ ഇത് റെസ്യൂം ചെയ്യുമ്പോഴത്തേക്കും സെമാഫോറിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ്, ഇവിടെ സിഗ്നൽ ഓപ്പറേഷൻ മീൻസ് ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെഷൻ എക്സിക്യൂട്ട് തീരുമ്പോഴത്തേക്ക് വാല്യൂ ഓഫ് എസിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും ആൻഡ് ഈ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പ്രോസസ്സിനെ ഇൻവോക്ക് ചെയ്യും മീൻസ് വേക്കപ്പ് ചെയ്യും. ദാറ്റ് ഈസ് if the value is less than or equal to 0, it removes a process from the S list. കാരണം S list means വെയിറ്റിംഗ് ക്യൂവിലുള്ള ആ ലിസ്റ്റിൽ നിന്ന് ആ പ്രോസസ്സിനെ റിമൂവ് ചെയ്തിട്ട് ഈ പ്രോസസ്സിനെ എവിടെ കൊണ്ടിടും? റെഡി ക്യൂവിലോട്ട് കൊണ്ടിടും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഓപ്പറേഷൻസ് ആണ് വരുന്നത്. That is block and wake up. That is places the process invoking the operation on the appropriate waiting queue. Wake up means remove one of the process in the waiting queue and place it in the ready queue. It's ready for meaning stating that it is ready for execution. Okay. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്, ഡിസഡ്വാൻറ്റേജസ് വരുന്നുണ്ട് ഈ സെമാഫോർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബിസി വെയിറ്റിങ്ങിനെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലേ? കാരണം അത് പ്രോസസ്സ് അതിനെ തന്നെ ബ്ലോക്ക് ചെയ്യും. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് നേരം ഞാൻ മാറി നിൽക്കാം, അല്ല എക്സിക്യൂട്ട് ചെയ്തിട്ട് എനിക്ക് അല്ലാതെ ബിസി വെയിറ്റിങ്ങിൽ എന്നൊരു സ്റ്റേജിലോട്ട് ഇവിടെ പോകുന്നില്ല. ഇങ്ങനെയാണ് സെമാഫോർ ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ,
ഇനി ഈ സെമാഫോർ ഇംപ്ലിമെൻറ്റേഷൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഓക്കെ, കാരണം ഈ ഒരു ബിസി വെയിറ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് ഈ ഒരു സെമാഫോർ. ആ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.